ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണയായി ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടുന്ന മീൻ മസാല കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് 1-2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് 1-2 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്നും ചെയ്യരുത്. അപ്പോൾ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ 2 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 1.5 വരെ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അല്പം വ്യത്യാസമൊക്കെ വരുത്താം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വേണമെന്ന് തിളപ്പിച്ചെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് കറി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അയില, അയക്കൂറ, അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് മീൻ നല്ലവണ്ണം വെന്ത് കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മീനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറി അടച്ച് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ മസാല കറി തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.